ശ്രീമന്നാരായണീയം ദശകം 13 ശ്ലോകം 5. ഗദോന്മർദ്ദേ തസ്മിൻസ്തവ ഖലു ഗദായാം ദിദിഭുവഃ ഗദാഘാതാദ് ഭൂമൗ ഛടിതി പതിതായാമഹഃ ഭോ മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുലനിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനോരുരുചിഷേ തതശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ഛിന്ദത്യേന കരകലിതചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സഖലു വിദുദം സ്ത്വാം സമതനോത് ഗളന്മായേ മായാസ്ത്വയി കില ജഗന്മോഹനകരീഃ. ഗദോന്മർദ്ദേ തസ്മിൻ തവ ഖലു ഗദായാം ദിദിഭുവഃ ഗദാഘാതാത് ചേർത്ത് ചൊല്ലതാണ്. ദിദിഭുവോ ഗദാഘാതാത് ഭൂമൗ ഛടിതി പതിതായാം അഹഃ ഭോഃ മൃദുസ്മേരാസ്യഃ ത്വം മൃദുസ്മേരാസ്യഃ പ്ലസ് ത്വം മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുലനിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനോ രുരുചിഷേ തതഃ ശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ഛിന്ദതി ഏനത് ഛിന്ദതി പ്ലസ് ഏനത് ഛിന്ദത്യേനത് കരകലിതചക്രപ്രഹരണാത് സമാരുഷ്ടഃ മുഷ്ട്യാ സമാരുഷ്ടോ മുഷ്ട്യാ സഹ ഖലു വിദുദൻ പ്ലസ് ത്വാം വിദുദം സ്ത്വാം സമതനോത് ഗളന്മായേ സമതനോദ്ഗളന്മായേ മായാഃ പ്ലസ് ത്വയി മായാസ്ത്വയി കില ജഗന്മോഹനകരീഃ. 4வது ശ്ലോകத்தில் பிரம்மா பகவான்கிட்ட சொல்றார், சீக்கிரம் இந்த அசுரனை ஹிரண்யாக்ஷனை வதம் பண்ணணும் அப்படின்னு சொன்னதும், தஸ்மின் கதோன்மர்தே தவ கதாயாம் கலு திதிபுவः கதாகாதாத் ഛടിതി ഭൂമൗ പതിതായാം. இந்த ഗദായുദ്ധം നടക്കുന്നത് ഭഗവാനും ഹിരണ്യാക്ഷനുമാ. അപ്പോൾ ഹിരണ്യാക്ഷനോട് ഗദൈ അടിച്ചെന്നാല് ഭഗവാനോട് കയ്യിലിരിക്കപ്പെട്ട ഗദൈ കിഴുവിഴുന്ന് വീഴുക. അഹഹഭോഹോ ആശ്ചര്യം. ത്വം ഭഗവാൻ മുള്ള ഒന്ന് ചിരിക്കറ. മൃദുസ്മേരാസ്യഃ ത്വം ரொம்ப പെരിശല്ല, ഒരു പുഞ്ചിരി அந்த மாதிரி ചിരിക്കറ. എന്നത്തിനാല് ഭഗവാനോട് ഭക്തനാക്കും, ജയവിജയന്മാരോട് അവതാരമാക്കും. ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു ചൊല്ലപ്പെട്ട 2 പേരും ജയവിജയന്മാരോട് അവതാരമാക്കും. ഭഗവാനുക്ക് എന്താ വാളോട് എന്താ சின்ன குழந்தைகள் எப்படி அப்பா அம்மா அப்பாட்ட போய் குஸ்தி போடும், அப்பா திருப்பி என்ன பண்ணுவா, குழந்தைக்கு வலிக்கத்தக்கனையா பண்ண மாட்டான் இல்லையா. ரொம்ப விதமாக
നിന്നു കൊടുക്കുക, കുഴന്ത അടിച്ചാലും നിന്നു കൊടുക്കുക അല്ലേ. അതേമാതിരി എങ്കിൽ ഭഗവാനിരിക്ക് അന്ത ഹിരണ്യാക്ഷം കൂടുള്ള അന്ത യുദ്ധത്തെ വിളയാട്ടുമാതിരിയേക്കും വിളയാടുക. അഹഹപോഹോത്വം ആശ്ചര്യം ഭഗവാൻ മൊള്ള ഒന്ന് ചിരിക്കറാര. ധനുജകുല നിർമൂലന ചണം ദസുരവർഗത്തെ പൂര ഇല്ലാതെക്കാക്കണം. നിർമൂലനെന്ന് അതോട് വേരിലേന്ത് എല്ലാത്തെയും കട്പണ്ണിക്കളയർത്തക്കൊക്കെ നിർമൂലന ചണം ചൊല്ലുക. മഹാചക്രം സ്മൃത്വ ഉടനെ അതുക്കാ വേണ്ടി സുദർശന ചക്രത്തെ മനസ്സാ സ്മരണ പണറാർ. കരഭുവി ദധാനഹാരുചിഷേ ഉടനെ കയ്യിൽ സുദർശനം വന്ന് ഭഗവാനോട് ചക്രത്താഴ്വാർ അംഗവാറാർ. തതഃ ശൂലം കാലപ്രതിമരുഷി ദൈത്യേ തതഃ ശൂലം വിസൃജതി. അപ്പോൾ അസുരനുക്ക് കോപം വന്നതാ. ഇപ്പടി കാലപ്രതിമ ഋഷി കടശീല യമരാജ ഇപ്പടി വരുവർ ക്രുദ്ധന വരുവരില്ല. അന്തമാതിരി ഒരു കോപത്തിലേക്കുമോ ഇരുന്ന ആര് ഹിരണ്യാക്ഷൻ. തതഹ ശൂലം വിസർജതി ഉടനെ കയ്യില് ശൂലത്തെ എടുത്തത് ശൂലത്തെ വെച്ച് കയ്യിലിരിക്കുന്ന ഭഗവാനോട് സുദർശനത്തെ തട്ടണങ്കറമാരി ശൂലത്തെയും കൊണ്ടുപോകാൻ. ഏനത് കരകലിത ചക്രപ്രഹരണാത് ത്വയി ചിന്തതി. ഭഗവാനോട് കയ്യിലിരിക്കപ്പെട്ട ചക്രം വന്ന് ഇതില് ശൂലത്തിലെ പെട്ട് അത് പീസാ പോയെടുത്താം. സഹ ഖലു സമാരുഷ്ടഃ ത്വാം മുഷ്ട്യാ വിദുതൻ. അകപ്രവൻ എന്നെ കൊണ്ടാൻ ദ്വന്ദ്വയുദ്ധത്തിക്ക് പറയാൻ മുഷ്ടി ചുരുട്ടിന്ത് കയ്യെല്ലാം ചുരുട്ടി പിടിച്ച് ഭഗവാനെ ഇടിക്കർത്തുക വേണ്ടി പറയാൻ. ഗളന്മാരെ ജഗന്മോഹനകരീഹി മായ സമതനോത് കില. അപ്പൊ ഭഗവാനക്ക് മായ വരാതെ മായയ്ക്ക് അതീതനാക്കും ഭഗവാൻ. ബാക്കിയെല്ലാരും മായയില കിടന്ന് നമ്മൾ കുഴമ്പറും. അപ്പടിയുള്ള പല മായയും കാട്ടറത്ത് കഴിഞ്ഞിട്ട് അസുരന്മാർക്ക് തന്നെ മായ രൊമ്പ ജാസ്തിയാക്കും. അപ്പോൾ പലതരത്തിലുള്ള മായ കാട്ടറത്തുക വേണ്ടി അസുരൻ വരാൻ. അപ്പോൾ മൂഢനാനന്ദ അസുരനും ഭഗവാനും തമ്മിലുള്ള മായായുദ്ധമാകും അടുത്ത ശ്ലോകത്തിൽ നമ്മൾക്ക് പാഠം. ഹരേ കൃഷ്ണ.